നടൻ ആസിഫ് അലിയിൽ നിന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിൽ സംഭവത്തിൽ വിവാദത്തിൽ എം.ടി. വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന മനോരഥങ്ങളുടെ ട്രെയിലർ റിലീസിനിടെയായിരുന്നു സംഭവം. വീഡിയോ പുറത്തു വന്നതോടെ രമേശ് നാരായണന്റെ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, നടൻ ആസിഫ് അലിയിൽ നിന്നാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുന്നത്. എന്താണ് വാസ്തവത്തിൽ അന്നുണ്ടായിരുന്നത്? വിശദാംശങ്ങൾ. വൃന്ദ, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നത്. എം.ടിയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് മനോരഥങ്ങൾ എന്ന പേരിൽ ഒരു ആന്തോളജി പുറത്തിറക്കുന്നത്. അതിന്റെ ലോഞ്ച് ആയിരുന്നു ഇന്നലെ, ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇതിൽ നിരവധിയായിട്ടുള്ള ചെറിയ സിനിമകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയിരിക്കുന്ന രമേശ് നാരായണനാണ്. ആദ്യഘട്ടത്തിൽ നിരവധി ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ നൽകുന്നതിനുള്ള വേദി തന്നെയായിരുന്നു. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നതിൽ വിട്ടുപോകുന്ന ഒരു നിലയുണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹത്തിൽ കൃത്യമായ രീതിയിലുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ച് ക്ഷമാപണത്തോടു കൂടി തന്നെ ഇദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങണം എന്ന് അഭ്യർത്ഥിച്ചു. ഒപ്പം തന്നെ ആസിഫ് അലി പുരസ്കാരം നൽകുമെന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചെങ്കിൽ പോലും അദ്ദേഹം വേദിയിലേക്ക് എത്താൻ വിസമ്മതിക്കുകയായിരുന്നു. തുടർന്ന് ആസിഫ് അലി അദ്ദേഹം ഇരുന്ന ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി ഈ പുരസ്കാരം നൽകുകയായിരുന്നു. ആ സമയത്തും അദ്ദേഹം ആ പുരസ്കാരം അദ്ദേഹത്തിന് ആസിഫ് അലിയിൽ നിന്നും സ്വീകരിക്കുന്നതിൽ കൃത്യമായ രീതിയിലുള്ള വിമുഖത പ്രകടിപ്പിക്കുകയും ഒപ്പം തന്നെ ആ പുരസ്കാരം സംവിധായകൻ ജയരാജനെ വിളിച്ച് അദ്ദേഹത്തിന് ആ മൊമെന്റോ നൽകിയതിനു ശേഷം അത് തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ജയരാജ് വേദിയിലേക്ക് വന്നു, ഇദ്ദേഹം വിളിച്ചതിനനുസരിച്ച് വരുന്നു. അതിനുശേഷം ഈ പുരസ്കാരം രമേശ് നാരായണൻ നൽകുകയായിരുന്നു. എന്തായാലും ഈ സംഭവമെല്ലാം നടന്നതിന് ശേഷവും ഈ ജയരാജിനെ കെട്ടിപ്പിടിക്കുകയും ഹസ്തദാനമൊക്കെ നൽകുന്ന രമേശ് നാരായണൻ ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കുകയോ അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ പോലുള്ള മര്യാദ പോലും കാണിക്കാതെയുള്ള നിലയാണ് ആ വേദിയിൽ അല്ലെങ്കിൽ ആ ഒരു സദസ്സിൽ തുടർന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ എന്തായാലും അദ്ദേഹത്തിന് നേരെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ രമേശ് നാരായണന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ചില വിമർശനങ്ങൾ എന്തായാലും പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു നില കൂടിയുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ അരഗന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും നിലപാടുകളും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും ഒക്കെ തന്നെയും കണ്ടിട്ടുണ്ട്. അതിലൊക്കെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയ പല നിലയിൽ പല തരത്തിൽ പല സമയങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്തുണ ആസിഫ് അലിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വിവിധ തലത്തിലുള്ള ആളുകൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ രമേശ് നാരായണനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. വൃന്ദ, എബി, ഈ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ തന്നെ ആസിഫ് അലിയെ താൻ കരുതി കൂട്ടി അപമാനിച്ചിട്ടില്ല എന്നാണ് രമേശ് നാരായണൻ പറയുന്നത്. എന്നാൽ ദൃശ്യങ്ങളിൽ നേർ വിപരീതമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ആസിഫ് അലിയുടെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ആസിഫ് അലിയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രമേശ് നാരായണന്റെ വിശദീകരണം വന്നിരിക്കുന്നത് അദ്ദേഹം കരുതിക്കൂട്ടി ചെയ്തതല്ല, ആസിഫ് അലിയെ താൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് സ്വബോധമുള്ള ഒരാൾക്കും അതിൽ തൃപ്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യത്തോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായും അത് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. രമേശ് നാരായണൻ എത്രമാത്രം ഒരു നീചമായിട്ടുള്ള നിലയാണ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് എന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ തന്നെയാണ് രമേശ് നാരായണന്റെ ഭാഗത്ത് അല്ലെങ്കിൽ രമേശ് നാരായണന് എതിരായി സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ അത് രമേശ് നാരായണന്റെ മുഴുവൻ വാദങ്ങളെയും അപ്പാടെ തള്ളിക്കളയുന്ന നില തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. ദൃശ്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ്. എബി, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന തരത്തിലാണോ ഈ രമേശ് നാരായണന്റെ വാക്കുകൾ വരുന്നത്? തീർച്ചയായും രമേശ് നാരായണൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ തികച്ചും ന്യായീകരിക്കുന്ന നിലയിൽ തന്നെയാണ്. കാരണം വിവരം അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ബോധ്യമില്ലാതെയാണ് സോഷ്യൽ മീഡിയ തനിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. തന്നെ ആസിഫ് അലിയെ താൻ അപമാനിച്ചിട്ടില്ല, അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങൾ സംസാരിക്കുന്നത് ആ നിലയിൽ ഒന്നും തന്നെയല്ല എന്നുള്ളതാണ്. കാരണം രമേശ് നാരായണൻ പറയുന്ന അദ്ദേഹത്തിന്റെ വാദഗതിയോട്
ഒരു തരത്തിൽ പോലും ബന്ധം അല്ലെങ്കിൽ അത് ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. അതിനെ ഒരു തരത്തിൽ സാധൂകരിക്കുന്നതല്ല ആ ദൃശ്യങ്ങൾ എന്നുള്ളത് കൃത്യമാണ്. കാരണം ആസിഫ് അലി അദ്ദേഹം ഇരുന്ന ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയാണ് ആ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നത്. അത് അദ്ദേഹം വാങ്ങുന്ന ഘട്ടത്തിൽ പോലും ഒരു ഹസ്തദാനം നൽകുന്നതിനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആസിഫ് അലി അവിടെ നിൽക്കുമ്പോൾ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലുള്ള മര്യാദയില്ലാതെ അദ്ദേഹം അവിടെ എഴുന്നേറ്റ് നിന്ന് ജയരാജനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയും അവിടെ ജയരാജന് ആ പുരസ്കാരം നൽകി അതിനുശേഷം അത് അദ്ദേഹത്തെ കൊണ്ട് തന്നെ തനിക്ക് തിരിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. അവിടെ കൃത്യമായ രീതിയിൽ ഒരുപക്ഷെ സംഘാടകരോടുള്ള അതൃപ്തിയാണോ അല്ലെങ്കിൽ ആസിഫ് അലിയോടുള്ള അതൃപ്തിയാണോ, എന്തായാലും അവിടെ അപമാനിതനായത് ആസിഫ് അലിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. അത്രമാത്രം ആളുകളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരു ആളെ അപമാനിക്കുക, അത് വലിയവരെന്നോ ചെറിയവരെന്നല്ല, ഒരു മനുഷ്യനെന്ന പരിഗണന പോലും നൽകാത്ത നിലയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ കാര്യമറിയാതെയുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലാണ് രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ആ നിലയ്ക്കല്ല കാര്യങ്ങളെന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്വബോധമുള്ള ആളുകൾക്ക് മനസ്സിലാകും. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ അവാർഡ് ദാനം നടന്നിരിക്കുക. കൂടാതെ തന്നെ നിലവിൽ ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ അത് ആ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പുരസ്കാരം നൽകുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് രമേശ് നാരായണനെ ആദ്യ ഘട്ടത്തിൽ വിളിക്കുന്നതിൽ ഏതോ തരത്തിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ പുരസ്കാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നത്. അത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ അത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്ത സംഘാടകർ തന്നെയാണ്. മറിച്ച് ഇത്തരത്തിലൊരു പ്രതികരണം ആസിഫ് അലിയോട് കാണിക്കേണ്ട ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആ നിലയ്ക്കാണ് ആസിഫ് അലി അവിടെ അപമാനിക്കുകയും ജയരാജനെ അവിടെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പുരസ്കാരം വാങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു നില രമേശ് നാരായണൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അതൊരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളായി കണക്കാക്കാൻ കഴിയില്ല. ആ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും ആ നിലയ്ക്ക് തന്നെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായും നടത്താൻ സാധിക്കും. ശരി, നടൻ ആസിഫ് അലിയിൽ നിന്ന് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കാൻ വിസമ്മതിച്ച സംഭവമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്നതോടെ രമേശ് നാരായണന്റെ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്.